കേരളത്തിൽ നിന്ന് ISLലേക്ക് ബ്ലാസ്റ്റേഴ്സിനു പുറമെ മറ്റൊരു ടീം കൂടി കടന്നു വന്നാൽ നിങ്ങൾ ആരെ പിന്തുണയ്ക്കും? ബ്ലാസ്റ്റേഴ്സിനെയോ അതോ ISLൽ ആദ്യമായി എത്തുന്ന ആ ടീമിനെയോ? ഏതായിരിക്കും ആ ടീം? നിങ്ങളുടെ ചോദ്യം ഗോകുലം കേരളയാണോ എന്നല്ലേ? അല്ല, മറിച്ച് കേരളത്തിൽ നിന്ന് മറ്റൊരു ടീം കൂടി കളത്തിലിറങ്ങാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. നിലവിൽ ഏതാണ് പുതിയ ടീമിൻ്റെ ഫ്രാഞ്ചൈസി എന്ന് വ്യക്തമായിട്ടില്ല എങ്കിലും ഇന്ത്യയിലെ തന്നെ വലിയൊരു ബിസിനസ് ശൃംഖല പുതിയ ടീമിനായുള്ള അണിയറ പ്രവർത്തനത്തിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചന. പ്രഥമ സൂപ്പർ ലീഗ് കേരളയ്ക്ക് ലഭിച്ച ആരാധക പിന്തുണയും ലീഗിൻ്റെ വിജയവുമെല്ലാം ഇന്ത്യൻ സൂപ്പർ ലീഗിനെ പോലും വെല്ലുന്നതായിരുന്നു. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്ന ആരാധക പിന്തുണയും വലിയൊരു റെക്കോർഡ് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 11 സീസണുകൾ കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ആരാധകർക്കായി കാര്യമായി നേട്ടങ്ങൾ സമ്മാനിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ തരത്തിലുള്ള ആരാധക പിന്തുണയുണ്ട് എങ്കിലും പണമിറക്കി മികച്ച താരങ്ങളെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മടി കാണിക്കുന്നു എന്ന ആരോപണവും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഫുട്ബോളിന് വലിയ തരത്തിലുള്ള ആരാധക പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ പണമിറക്കി മികച്ച ടീമിനെ രൂപപ്പെടുത്താനായാൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം പുതിയ ടീമിനും ചരിത്രം സൃഷ്ടിക്കാനാകുമെന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരള FC ടേബിൾ ടോപ്പേഴ്സ് ആയിക്കൊണ്ട് ISLലേക്ക് പ്രൊമോഷൻ ലഭിക്കുകയും പുതിയ ഫ്രാഞ്ചൈസികളുടെ നീക്കം വിജയമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ISLൽ കേരളത്തിൽ നിന്നുള്ള ക്ലബ്ബുകളുടെ എണ്ണം 3 ആകും. ഇതോടെ ISLൽ കേരള ഡെർബി പോരാട്ടങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാകുമെന്നത് ഉറപ്പാണ്. മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ടീം രൂപീകരണത്തിലുള്ള അനാസ്ഥ മഞ്ഞപ്പട ആരാധകരെ വലിയ തരത്തിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. പുതിയ ക്ലബിൻ്റെ കടന്നുവരവ് ബ്ലാസ്റ്റേഴ്സിനുള്ള പിന്തുണയിൽ കുറവ് വരുമോ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും പുതിയ ഫ്രാഞ്ചൈസിയുടെ കടന്നുവരവും ഗോകുലത്തിൻ്റെ പ്രൊമോഷനും സാധ്യമായാൽ മലയാളികൾ കേരള ഡെർബി പോരാട്ടങ്ങൾക്ക് സാക്ഷിയാകുമെന്ന് ഉറപ്പാണ്.